നമ്മൾ കേരളീയരുടെ ഒരു പ്രധാന ഭക്ഷണമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണമാണ് എന്ത്? പൊറോട്ടയും ബീഫും. നമ്മളൊക്കെ വളരെ ടേസ്റ്റോട് കൂടിയിട്ട് കഴിക്കുന്ന ആഹാരമാണ്. എന്നാൽ സ്ഥിരമായിട്ട് പൊറോട്ടയും ബീഫും കഴിച്ചാൽ എന്ത് സംഭവിക്കും? വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണിത്. കാരണം ഒരുപാട് ആളുകൾ ഇപ്പോഴും പൊറോട്ടയും ബീഫും, ഈ ഒരു പൊറോട്ട, ഈ ഒരു മൈദ പ്രൊഡക്റ്റ് ഡെയിലി കഴിക്കുന്ന ആളുകൾ വരെയുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഉദരത്തിൽ വരുന്ന അർബുദം, അതായത് നമ്മളുടെ ഒക്കെ കുടലുകളിൽ വരുന്ന അർബുദം വളരെ കോമൺ ആയിട്ട് ഇപ്പൊ കാണുന്നുണ്ട് ഈ ഒരു അവസ്ഥ. അപ്പൊ അത് പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രായമായ ആളുകളിലൊക്കെ കണ്ടുവന്നിരുന്ന ഒരു സംഭവമായിരുന്നു. ആഫ്റ്റർ 50, ഒരു 50 വയസ്സിന് ശേഷം, 60-ന് ശേഷമൊക്കെ കാണുന്നതായിരുന്നു. പക്ഷെ ഇപ്പൊ അത് 20 വയസ്സിന് ശേഷം, 30 വയസ്സിന് ശേഷം, 40 വയസ്സിന് മുമ്പൊക്കെ ആയിട്ട് കണ്ടുവരുന്നുണ്ട് ഈ ഒരു അർബുദം. അപ്പൊ ഇങ്ങനെ ഈ ഒരു കുടലിലൊക്കെ ക്യാൻസർ വരുന്ന ഈ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് ഈ മൈദയിൽ അടങ്ങിയിട്ടുള്ള അലോക്സാൻ എന്ന് പറയുന്ന ഒരു പദാർത്ഥമുണ്ട്. അപ്പം ഈ മൈദ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, ഇപ്പോഴൊക്കെ വിപണിയിൽ നമ്മൾ ഈ പൊറോട്ടയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കുന്ന മൈദകളൊക്കെ ഈ ഒരു പദാർത്ഥം അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് ക്യാൻസറസ് ആണ്. അപ്പൊ അത് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകളിൽ ഇത് ക്യാൻസർ വരാനുള്ള സാധ്യത കൂട്ടും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു 40 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ ഒരു കൊളോണോസ്കോപ്പി ചെയ്ത് നോക്കുക. ഇതൊരു ടെസ്റ്റാണ്. നമ്മൾ കൊളോണിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, കുടലിലൊക്കെ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കൊളോണോസ്കോപ്പി ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കൊളോണോസ്കോപ്പി ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ ഇത് എപ്പോഴെങ്കിലൊക്കെ കഴിക്കുന്ന ആളുകൾക്കല്ല, പൊറോട്ടയും ബീഫും കഴിച്ചാൽ ക്യാൻസർ വരും അങ്ങനെയല്ല പറയുന്നത്. ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധ്യതയുണ്ട്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ ഇനി ഇതിന് ഒരുപാട് കമന്റ് ആയിട്ട് വരണ്ട, ഞങ്ങളൊക്കെ എത്രയോ കാലമായിട്ട് പൊറോട്ടയും ബീഫും കഴിക്കുന്ന ഒരു കുഴപ്പമില്ല എന്നുള്ളത്. പക്ഷെ ഇത് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 40 വയസ്സൊക്കെ ആവുമ്പോൾ ജസ്റ്റ് ഈ ഒരു കൊളോണോസ്കോപ്പി ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. പിന്നെ ബീഫിന്റെ കാര്യമാണെന്നുണ്ടെങ്കിലും ദഹനത്തിന് വളരെ സമയമെടുക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ്. അപ്പൊ അത് ആണെന്നുണ്ടെങ്കിലും അത് നമ്മൾ ദഹന വ്യവസ്ഥക്ക് പ്രശ്നങ്ങൾ വരുത്തും. സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മള് മാസത്തിൽ ഒന്നോ രണ്ടോ തവണ അതൊക്കെ കഴിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. സ്ഥിരമായിട്ട് പൊറോട്ടയും ബീഫും ഇങ്ങനത്തെ മൈദയുടെ ആഹാര പദാർത്ഥങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കുക.